നമ്മുടെ രാജ്യം കുതിക്കുകയാണ് എല്ലാ മേഖലകളിലും. അത് ആരെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും നമ്മുടെ രാജ്യം മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂറൊക്കെ. എന്തായാലും നമ്മുടെ രാജ്യം ഡിഫൻസ് സിസ്റ്റത്തിൽ വലിയ രീതിയിലുള്ള ഒരു നേട്ടമാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. 2014 മുമ്പ് വെറും 600 കോടിയായിരുന്ന നമ്മുടെ ആയുധ കച്ചവടം ഇപ്പോൾ എത്തി നിൽക്കുന്നത് 23,500 കോടിയിലാണ്. 2026 കൂടി അത് 25,000 കോടിയിലേക്കും 2029 കൂടി 30,000 കോടിയിലേക്കും എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് ശക്തി അത് 4ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ജർമ്മനിയെ പോലും പിന്തള്ളിയാണ് നമ്മളിപ്പോൾ 4ാം സ്ഥാനത്ത് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഇതാ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള റിപ്പോർട്ട് വരുന്നത് വേൾഡ് ബാങ്ക് പറയുന്ന ഒരു റിപ്പോർട്ടാണത്. വേൾഡ് ബാങ്ക് റിവീൽസ് ദാറ്റ് എക്സ്ട്രീംലി പോവർട്ടി ഇൻ ഇന്ത്യ ഹാസ് ഡ്രോപ്ഡ് ടു 5.3% ഇൻ 2022 to 2023. അതായത് ലോകബാങ്ക് ഇപ്പോൾ പറയുന്നത് ഇന്ത്യയിലെ എക്സ്ട്രീം പോവർട്ടി, അതായത് ദാരിദ്ര്യമല്ല അതിദാരിദ്ര്യം, അത് 5.3% താഴ്ന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി 5.3% അതിദരിദ്രർ മാത്രമാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്നാണ് ഇപ്പോൾ വേൾഡ് ബാങ്ക് പറയുന്നത്. 2014 മുമ്പ് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് എത്രത്തോളം ദരിദ്രർ ഈ രാജ്യത്തുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ കണക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അന്ന് തൊട്ട് ഇന്ന് വരെ വെറും 10 കൊല്ലം കൊണ്ട് നരേന്ദ്രമോദി എവിടെയാണ് നമ്മുടെ രാജ്യത്തെ എത്തിച്ച് നിർത്തിയിരിക്കുന്നതെന്ന്. വെറും 10 കൊല്ലമേ ആയുള്ളൂ ഈ ഒരു നേട്ടം കൈവരിച്ച് തുടങ്ങിയിട്ട്. എങ്കിലും ഈ 10 കൊല്ലത്തിൽ ഇത്രയും നേട്ടം കൈവരിച്ചാൽ പോലും ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത് ഇതൊന്നും വലിയ നേട്ടമൊന്നുമല്ല, നരേന്ദ്രമോദി അമ്പിളി അമ്മാവനെ പിടിച്ചു തന്നില്ലല്ലോ, നരേന്ദ്രമോദി പൊന്നുകൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കി തന്നില്ലല്ലോ എന്നൊക്കെയാണ് ഇവിടെയുള്ള ചില അല്പബുദ്ധികളും വിദ്യാസുരന്മാരും പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇറ്റ് ഈസ് ഡൗൺ ഫ്രം 27.1 ഇൻ 2011 to 2012. അതാണ് കാര്യം. അതായത് 2011 കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 27.1% നമ്മുടെ രാജ്യത്തെ അതിദരിദ്രർ. ഇതിൽ നിന്ന് 5.3% ഇപ്പോൾ അത് മാറിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. മോണ്യുമെൻ്റൽ ഷിഫ്റ്റ് എന്നാണ്, അതായത് അതിഭീകരമായിട്ടുള്ള ഒരു ഷിഫ്റ്റാണ് ഇവിടെ നടന്നിരിക്കുന്നത്. 269 മില്യൺ പീപ്പിൾ ലിഫ്റ്റഡ് ഔട്ട് ഓഫ് പോവർട്ടി. റൂറൽ പോവർട്ടി ഡ്രോപ്സ് അപ് ടു 7.2%. 269 മില്യൺ പീപ്പിളാണ് ഇവിടെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മൾ കാണുന്ന ദാരിദ്ര്യമല്ല. അതായത് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ വകയില്ലാത്ത ജനങ്ങൾ നമ്മുടെ രാജ്യത്ത് 2014 മുമ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കോവിഡൊക്കെ വന്നപ്പോൾ നമുക്കറിയാം, കോവിഡ് വന്ന സമയത്ത് നമ്മൾ ഓക്സിജൻ കിട്ടാതെ മരിച്ചു എന്നുള്ള വാർത്ത കേട്ടു. പക്ഷേ എവിടെയെങ്കിലും ഒരാൾ പട്ടിണി കിടന്ന് മരിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടോ? അങ്ങനെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല, ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ദർ ഈസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ടു മോഡി എക്കണോമിക്സ് എന്നാണ് പല മാധ്യമങ്ങളും നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നത്. ബിഗ് വിൻ ഓൺ എക്കണോമിക് ഫ്രണ്ട്, മോദി ഗവൺമെൻറ് ക്രിയേറ്റ്സ് ഹിസ്റ്ററി. നരേന്ദ്രമോദി ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണ് പല മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.